ഞാൻ മധുരമായിട്ടാ കൊണ്ടുവന്നത്. ചന്ദ്രനായിട്ട് ഇങ്ങനെ എനിക്കറിയാൻ പറ്റില്ല. വായിലെന്തെങ്കിലും വലിയ കംപ്ലൈന്റ് അല്ലല്ലേ? ചന്ദ്രചേട്ടൻ കുടിച്ചത് ഞാനൊന്ന് കുടിച്ചോട്ടെ. അല്ല ഞാനൊന്ന് കുടിച്ചോട്ടെ. ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ അതിനോടൊന്നും ചന്ദ്രചേട്ടൻ എന്ത് പറയും? മറുപടി എന്ന് പറയും. ചന്ദ്രചേട്ടൻ കുടിച്ച അത് ഞാൻ കുടിക്കുമ്പോ അതിന് മധുരമുണ്ട്. അത് കളഞ്ഞാൽ പൈസ വന്നിട്ട് പോകുന്നത് ഇതിനാണ് പറഞ്ഞത്. നിങ്ങൾ ദേഷ്യം പിടിച്ചോണ്ട് അല്ല പ്രശ്നം തീർന്നു. ചായ കുടിച്ചത് വേണ്ട. ആ പൈസ ഞാൻ കൊടുത്തോളാം. ചായ കളഞ്ഞ പ്രശ്നം തീർന്നിട്ട ഞാനേ കാലത്ത് വന്നപ്പോ മകേഷ് വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നില്ല, കടയിലേക്ക് വന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കവാറുണ്ടല്ലോ ഞാൻ എനിക്ക് 9 പോകണമെന്നുള്ളതാണ് ഞാൻ പോയി. അപ്പൊ അതുകൊണ്ട് മകേഷിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ പുള്ളി ഭയങ്കര പോക്കില്ല. അവന്റെ പോക്കത്തൊന്നും എനിക്ക് പിടിക്കില്ല ഉള്ള കാര്യം ഞാൻ പറയാലോ. അവന്റെ എറണാകുളത്തെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിവിടെ പാസ്സാവൂല. ഞാൻ വിളിച്ച കാര്യമുള്ളോ പറയണ്ടാടോ. കാരണം എന്താ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുള്ളിയോട് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അവൻ എറണാകുളക്കാരനാ, അവൻ ചെറിയ തലയിടക്കാരനാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി. ആ കോപ്പനോട് പറയുകയോ വേണ്ട കേട്ടോ. ഓക്കെ, എല്ലാം ഞാൻ ഏറ്റു. ഫോൺ എടുത്തോട്ടോ. ഫോൺ എടുത്തു ചെവിയിൽ വെച്ചോ. ഹലോ, അത് തന്നെയല്ലേ? അതിന് ചന്ദ്രൻ ചേട്ടനായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ച്. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യണം. പുള്ളിക്കാരനും സംസാരിച്ചതൊന്നും ഒരു അകതിരും ഒരു ഇതില്ലാത്ത വിധത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പിക്കാൻ നമുക്ക് ശരിയായി തരണം. പുള്ളിയുടെ സംഭാഷണം അതുപോലെ ആ വർത്തമാന ശൈലിയൊന്നും ശരിയല്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതൊന്ന് നാളെ ഒന്ന് റെഡിയാക്കി തരണം. വിളിച്ചിട്ടുണ്ടാണ്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും പുള്ളിയോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നതാണ്. ഓക്കെ, ശരി. ഇവർക്ക് രണ്ടുപേരും എന്നോട് ഈ കാര്യം പറയണെന്താ? നമുക്ക് ഇവർക്ക് നേരിട്ട് സംസാരിച്ചാൽ പറയും.